ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക്ലി മാർക്കറ്റ് അനാലിസിസ് വീഡിയോയും അതേപോലെ തന്നെ നാളത്തേക്കുള്ള അനാലിസിസ് വീഡിയോ ആണ്. എന്ന് പറഞ്ഞാൽ ട്യൂസ്ഡേക്കൊക്കെ ഉള്ളതും ഈ വരുന്ന വീക്കിലേക്കുള്ളതും ആയിട്ടുള്ള അനാലിസിസ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതിൻ്റെ കാരണം നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കുറച്ച് പേര് പറഞ്ഞായിരുന്നു നമ്മുടെ സൗണ്ട് ഓഡിബിൾ അല്ല. കാരണം ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ലാപ്പിലെ ഓണായിട്ടുള്ള മൈക്കായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്പം സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പം മൈക്കൊന്ന് ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പോൾ മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നലെ ആയിരുന്നു മൈക്ക് വന്നത്. ഇന്നലെ ഒരു നൈറ്റ് ഒരു 8:30 9 o'clock ടൈമിലായിരുന്നു മൈക്ക് കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ലെവൽസ് എല്ലാം മാർക്ക് ചെയ്തായിരുന്നു. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ലെവൽസ് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ ഞാൻ വോയിസിലിട്ടത് ടെലിഗ്രാമിൽ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ബെയറിഷ് തന്നെയാണ്. മാർക്കറ്റ് ഏത് ലെവലിൽ നിന്ന് റിവേഴ്സ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ലെവലിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. സഡൻലി മാർക്കറ്റ് ഒരു ബേസ് ഉണ്ടാക്കിയില്ലെങ്കിൽ മാർക്കറ്റ് ബെയറിഷ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ടെലിഗ്രാം വോയിസിൽ ഇട്ടിരുന്നത്. നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഡൗണിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് കാണാൻ പറ്റും. ജസ്റ്റ് ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സോ കാര്യങ്ങളോ നമ്മൾ ആ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ നമ്മൾ പ്രീവിയസ്ലി ഒരു ഗീവ് അവേ ഇട്ടിട്ടുണ്ട്. ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീക്ക്ലി പ്ലസ് ഡെയിലി മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിഫ്റ്റിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ചധികം ലെവൽസ് ഞാനിവിടെ പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാളത്തേക്ക് ഉള്ള ഒരു ഡേയിലേക്കുള്ള ട്രേഡിംഗ് ഡേയിലേക്ക് നമ്മൾ ലെവൽസ് നോക്കുന്ന സമയത്ത് ഞാൻ ഡൗൺ സൈഡിലെന്ന് പറഞ്ഞാൽ ഒരു ബേസ് ആക്കി മാർക്കറ്റ് എടുത്തു വെച്ചേക്കുന്ന ഒരു ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23,000 എന്ന് പറഞ്ഞ ലെവലാണ്. ആ നമ്പർ നോക്കുമ്പോൾ തന്നെ അതൊരു റൗണ്ട് നമ്പറാണ്. അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഏകദേശം 23,445 എത്തിക്കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് അവിടെ ഒരു ബേസ് ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ആ ലെവൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രൂഷ്യലായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. അതേപോലെ മാർക്കറ്റ് നെക്സ്റ്റ് കമ്മിങ് ഡേയ്സിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് പോകുന്ന സമയത്ത് കറക്റ്റ് 23,000 എന്താണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നതും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കീപ്പ് ചെയ്ത് നോക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് എപ്പോഴും ഒരു റൗണ്ട് നമ്പേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും മാർക്കറ്റ് മോസ്റ്റ് ഓഫ് ദ ടൈം മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലെവൽസിനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ കീപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഇനി നമുക്ക് നേരെ കറക്റ്റായിട്ടുള്ള അനാലിസിസ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ 2 ലെവൽസാണ് പറയുന്നത്. ഡൗൺ സൈഡിൽ ഞാൻ പറഞ്ഞ ലെവൽ 2345 അതേപോലെ ഞാൻ മാർക്ക് ചെയ്യാത്ത 23,000 എന്ന് പറഞ്ഞ ലെവലും നിങ്ങൾ ജസ്റ്റ് ആ ഒരു പോയിൻറ്റും കൂടി നിങ്ങളൊന്ന് മൈൻഡിൽ കീപ്പ് ചെയ്ത് വെക്കുക. മാർക്കറ്റ് നാളെ ഈ 2 ലെവൽസിന് ഇടയിലാണ് ഓപ്പൺ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ 2345 എന്ന് പറയുന്ന ലെവലിലും 23,140 എന്ന് പറഞ്ഞ ലെവലിനും ഉള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു ഫ്ലാറ്റ് ഓപ്പൺ എന്ന് തന്നെ പറയാൻ പറ്റും. ഈ ഇത്രയൊരു ലെവൽസിനുള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഫ്ലാറ്റ് ഓപ്പൺ. അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്തതിന് ശേഷം ഏതർ ഈ സൈഡിലോട്ടോ അല്ലെങ്കിൽ ഡൗൺ സൈഡിലോട്ടോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ബ്രേക്ക് ചെയ്തതിനെ നമുക്കൊരു ഒരു റിയൽ ബ്രേക്ക് ഔട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലാതെ മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്തതിന് ഉടനെ തന്നെ മാർക്കറ്റ് താഴോട്ടോ ഇല്ലെങ്കിൽ ഓപ്പൺ ചെയ്തതിന് ഉടനെ തന്നെ മുകളിലോട്ടോ മാർക്കറ്റ് മൂവ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു കറക്റ്റായിട്ടുള്ള ബ്രേക്ക് ഔട്ടായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. വേണമെങ്കിൽ പെട്ടെന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് നല്ല രീതിയിൽ ഫോൾ തരാം. പക്ഷേ ആ ഒരു മൂവ്മെൻറ്റിനെ ക്യാച്ച് ചെയ്യുന്നതിനേക്കാളും ഞാൻ കോൺഫിഡൻറ്റ് മാർക്കറ്റ് ട്രേഡ് ചെയ്തതിന് ശേഷം സൈഡ് വൈസ് ഓപ്പൺ ആണെങ്കിൽ മാർക്കറ്റ് അവിടെ ട്രേഡ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എൻട്രി പ്ലേസ് ചെയ്യാനാണ് ഞാൻ കൂടുതൽ കംഫർട്ടബിൾ ആകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റും മാർക്കറ്റ് പെട്ടെന്ന് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ തന്നു. പെട്ടെന്ന് മാർക്കറ്റ് റിക്കവർ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഇവിടെ നിന്ന് വന്ന ഈ ബയ്യേഴ്സിന് മാർക്കറ്റിനെ വീണ്ടും ടേക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് കൂടുതൽ സെല്ലേഴ്സ് വന്ന് ഈ മാർക്കറ്റിനെ പുഷ് ചെയ്തുകൊണ്ട് ഈ ഒരു ലോയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റ് നല്ലൊരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സിലോട്ട് പോയി. അപ്പോൾ നാളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട 2 ലെവൽസാണ് ഇൻട്രാഡേ പെർസ്പെക്റ്റീവിൽ ഈ ഒരു 2 ലെവൽസ്. ഇതിന് മുകളിൽ ഞാൻ 1-2 ലെവൽസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലെല്ലാം മാർക്കറ്റ് ഒരു റിജക്ഷൻ രീതിയിൽ കാണിക്കാനായിരിക്കും ചാൻസ് എന്നാണ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് നല്ല രീതിയിലുള്ള റിജക്ഷൻ കാണിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അതേപോലെ ഈ ഒരു ഏരിയയിൽ ഞാൻ റിജക്ഷൻ കാണിക്കുന്നത് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ നാളെ തരുന്നതെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലോട്ട് വന്നിട്ട് റിജക്ഷൻ കാണിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അതേപോലെ ഈ ഒരു ലെവൽ മാർക്കറ്റ് ടേക്ക് ചെയ്ത് ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ
എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിന് 23,138 എന്ന് പറഞ്ഞ ലെവലിൽ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് വളരെ ഈസി ആയിട്ട് എത്താനായിട്ട് നമ്മൾ കാണാൻ പറ്റും. ആ ഒരു ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23,198 എന്ന് പറഞ്ഞൊരു ലെവലാണ്. ഈ ഒരു ലെവലിൽ നിന്നും മാർക്കറ്റിന് വേണേൽ നമുക്ക് റിജക്ഷൻ കാണിക്കാം. നാളെ മാർക്കറ്റ് ഒന്ന് ഗ്യാപ്പ് ഡൗൺ തുടർന്നിട്ട് ഒന്നുകിൽ ഇങ്ങനെ മാർക്കറ്റ് മൂവ്മെൻറ്റ് തരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ടേക്ക് ചെയ്തിട്ട് വേണേൽ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റിജക്ഷൻ കാണിക്കാൻ ചാൻസ് ഉണ്ട്. ഈ രണ്ട് ഏരിയ മാർക്കറ്റ് ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഏരിയ മുകളിൽ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് പുഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്നത്. മാർക്കറ്റ് നല്ല റിജക്ഷൻ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മാർക്കറ്റ് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ എക്സാക്ട്ലി നമ്മൾ പറഞ്ഞ രീതിയിലാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് തന്നിരിക്കുന്നത്. നമ്മളന്ന് പറഞ്ഞായിരുന്നു ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞ ഒരു വീക്ക് എന്ന് പറയുന്നത് ഒരു ബെയറിഷ് വീക്കാണ്. അതേപോലെ തന്നെ മാർക്കറ്റ് നല്ല രീതിയിലുള്ളൊരു ഫോള് നമുക്ക് തന്നു. ഇന്നും നമുക്കൊരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഫോള് തന്നു. അപ്പോൾ ഇന്നും ഞാൻ പറയുന്നത് മാർക്കറ്റ് എപ്പോഴും ഒരു ബേസ് ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കും പിന്നെ കണ്ടിന്യൂസ് ഫോളിങ് ബാക്കി തരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഒരു ബെയറിഷ് മൂവ് ആണെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഈ ഒരു പോയിന്റിലാണ്. ഈ ഒരു പോയിൻറ്റിൻ്റെ ഈ മാർക്കറ്റ് കാണിച്ചിട്ടില്ല, ഈ ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റ് ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ മാർക്കറ്റിന് ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ ഇങ്ങനെ റിവേഴ്സ് ആവും, ഇല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് റിവേഴ്സ്. ഇല്ലേ ഇങ്ങനെ എത്ര വേണമെങ്കിലും മാർക്കറ്റിന് താഴോട്ട് വന്നതിന് ശേഷമായിരിക്കും മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് ഒരു മൂവ്മെൻറ്റ് തരുന്നത്. അതുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ സൈഡിൽ തന്നെയാണ്, അപ്പ് സൈഡിലോട്ടുള്ളൊരു പുഷ് തന്നിട്ടില്ല. ഇവിടെ നമുക്ക് 30 മിനിറ്റിൽ നോക്കുമ്പോൾ ഒരു ചെറിയ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് നാളത്തെ 1-2 ക്യാൻഡിൽസും കൂടി നോക്കാം. നാളത്തെ ഫസ്റ്റ് ഉണ്ടാക്കുന്ന 1-2 ക്യാൻഡിൽസ് 30 മിനിറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഫെർദർ മാർക്കറ്റ് അപ്പ് സൈഡിലോട്ടൊരു പുഷ് തരുന്നതായിട്ട് കാണാൻ പറ്റും. ആ പുഷ് ഈ ഒരു ഒന്നുകിൽ ഈ ഒരു ഏരിയയിൽ നിന്നോ ഇല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്നോ മാർക്കറ്റ് റിജക്ഷൻ കാണിച്ച് നമുക്ക് ഈ ഒരു ലോയം പിന്നെയും മാർക്കറ്റ് ടേക്ക് ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് വീണ്ടും ബെയറിഷാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ ഇൻട്രാഡേ പെർസ്പെക്റ്റീവിൽ ജസ്റ്റ് ഒന്ന് കീപ്പ് ചെയ്ത് വെക്കുക. ഏതൊക്കെ ലെവൽസാണ്? 23,137 എന്ന് പറഞ്ഞ ലെവലും അതേപോലെ 23,200 എന്ന് പറഞ്ഞ ലെവലും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കുന്ന നമ്മുടെ ഡെയിലി പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് വീക്കാണ്. ഡെയിലി പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ മാർക്കറ്റ് വീക്കാണ്. പക്ഷേ ആ വീക്ക്നെസ്സിന് ഞാൻ വേറൊരു രീതിയിലാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീക്കിലി അനാലിസിസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞ എന്താണ്, മാർക്കറ്റ് ബെയറിഷ് ആണെന്ന് തന്നെ നമ്മൾ പറഞ്ഞു. പക്ഷേ നമ്മൾ ഇപ്പം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റ് ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ബെയറിഷും, പക്ഷേ ഈ ഹയർ ടൈം ഫ്രെയിമിനെ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലോട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മൈൽഡ് പുൾ ബാക്ക് ബുള്ളിഷായിട്ട് മാർക്കറ്റ് കാണാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു പുഷ് തരുന്നൊരു ബുള്ളിഷ്നെസ് ഇല്ല, ഈ ഒരു പുഷ് തരുന്നൊരു ബുള്ളിഷ്നെസ് അത് മാർക്കറ്റ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ലെവൽസിൽ നിന്ന്, ഇപ്പോൾ നമ്മൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഏതൊരു ലെവൽസിൽ നിന്നും മാർക്കറ്റ് അങ്ങനെ ഒരു പുഷ് അപ്പ് സൈഡിലോട്ട് കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ആ ഒരു പുഷ് എന്താ ഒരു മോസ്റ്റ് പ്രോബബിളി നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്ന ഹയർ ടൈം ഫ്രെയിമിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഹൈയെ ടേക്ക് ചെയ്യാനുള്ള ചാൻസ് കുറവായിരിക്കും. അത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെവൽസ് ഈ ലൈൻസിനെ നിങ്ങളൊന്ന് നോക്കരുത്. ഞാൻ ജസ്റ്റ് ആ ഓക്കെ അത് പോയാൽ ഓക്കെ, ഈ ലൈൻസിനെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഞാൻ ഈ വരച്ചേക്കുന്ന ഈ കാര്യം മാത്രം നോക്കിയാൽ മതി. മാർക്കറ്റ് ഇപ്പം നമ്മൾ ഈ ഒരു ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഈ സ്ട്രക്ചർ കാണുമ്പം ബെയറിഷ് സ്ട്രക്ചറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങൾ ഈ ഒരു സ്ട്രക്ചർ മാത്രം നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഈ സ്ട്രക്ചർ മാത്രം നോക്കുമ്പോൾ അതൊരു ബുള്ളിഷ് സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിനുള്ളിൽ എന്തായിരിക്കും നടക്കുന്നത്? ഞാൻ ജസ്റ്റ് ഇത് നിങ്ങൾക്കൊരു നമുക്ക് വീഡിയോ നീണ്ടുപോകുമെന്ന് അറിഞ്ഞൂടാ. നമ്മൾ ഇതിനുള്ളിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സ്ട്രക്ചറായിരിക്കും. നമ്മൾ ഇതിനെ ലോവർ ടൈം ഫ്രെയിമിൽ ഇടുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന സ്ട്രക്ചർ എന്താണ്? ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറല്ലേ. എന്ന് പറഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് ബെയറിഷും, ലോവർ ടൈം ഫ്രെയിമിലോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ബുള്ളിഷ് സ്ട്രക്ചറായിട്ടല്ലേ കാണുന്നത്. അപ്പോൾ അതേപോലെ ഒരു ബുള്ളിഷ് സ്ട്രക്ചർ മാർക്കറ്റ് കാണിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. എൻ്റെ ഐ ഡി അവിടെ ഞാൻ ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് എന്നോട് ഡൗട്ടുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ മാർക്കറ്റ് ഏതൊരു പോയിന്റിൽ നിന്ന് തന്നെ ഒരു ബേസ് ഉണ്ടാക്കി മുകളിലോട്ടൊരു പുഷ് തരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ ആ ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ കീപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു പുഷ് തരികയാണെങ്കിൽ നമ്മൾ ഡെയിലി ഒരു
ഹയർ പെർസ്പെക്റ്റീവിൽ നമ്മളൊരു ഹയർ ടൈം ഫ്രെയിം പെർസ്പെക്റ്റീവിൽ പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവൽസിലോട്ട് എത്തിയിട്ടായിരിക്കും വീണ്ടും ഡൗൺഫോൾ തരുന്നത്. പക്ഷേ അത് ഏത് ലെവലിൽ നിന്നായിരിക്കും, ഇന്നത്തെ നിൽക്കുന്ന ലെവലിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ്സ് നല്ല രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലോട്ട് എത്തിയിട്ടായിരിക്കും മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് മൂവ്മെൻറ്റ് തരുന്നത്. ഞാൻ കറക്റ്റായിട്ടൊന്ന് വരച്ച് കാണിച്ചു തരാം. ഇതാണ് ഞാൻ വരച്ച് കാണിച്ചത്. എന്ന് പറഞ്ഞാൽ ഇപ്പം നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ ഈ ഒരു ലെവലിലോട്ട് എത്തിയിട്ടായിരിക്കും മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് മൂവ്മെൻറ്റ് തരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ കറക്റ്റായിട്ട് കീപ്പ് ചെയ്ത് വെക്കുക. നാളെ നോക്കേണ്ട ഡൗൺ സൈഡിലോട്ടുള്ള ലെവൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. ഡൗൺ സൈഡിലോട്ടുള്ള ലെവൽ 23,045 എന്ന് പറഞ്ഞ ലെവലിന് താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 23,000 കൂടി വാച്ച് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വരികയാണെങ്കിൽ 23,916 എന്ന് പറഞ്ഞ ലെവലിലോട്ട് മാർക്കറ്റ് എത്താൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഇവിടോട്ടൊരു പുഷ് തന്നതിന് ശേഷം ഡൗൺ സൈഡിലോട്ട് റിജക്ഷൻ കാണിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് എത്തുന്നതായിട്ട് കാണാൻ പറ്റും. ചിലപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് റിജക്ഷൻ കാണിച്ചു തരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ടേക്ക് ചെയ്ത് മുകളിലോട്ട് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ഈസി ആയിട്ട് ഈ ഒരു ലെവലിലോട്ട് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ലെവൽ ഞാൻ കർസർ വെക്കുമ്പോൾ ഈ സൈഡിൽ വരുന്ന ലെവൽസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. ഞാൻ കറക്റ്റായിട്ട് എടുത്ത് പറയുന്നില്ല. ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ടേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലോട്ട് എത്തുക. ഈ രണ്ട് ലെവലിനുള്ളിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നുണ്ടാക്കിയ ഒരു മെയിൻ ഗ്യാപ്പിനുള്ളിൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു എന്ന് നോക്കുക. ഇവിടെ നിന്നായിരിക്കും ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഇന്നത്തെ ലെവൽസ് വെച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ ഒരു ലെവലിൽ നിന്ന് റിവേഴ്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ നിന്നായിരിക്കും റിജക്ഷൻ താഴോട്ടിനി കാണിക്കാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ മെയിൻ പോയിൻറ്റ്സ്. അപ്പോൾ നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. അതിനു മുമ്പ് ഒരു കാര്യം, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിൽ ജസ്റ്റ് ഷെയർ ചെയ്യുക. നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മളൊരു ഗീവ് അവേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയ്ക്ക് സൗണ്ട് വളരെ കുറവാണെന്ന് തോന്നുന്നു. വേണമെങ്കിൽ ഞാൻ ഒരു വീഡിയോയും കൂടി വളരെ ഷോർട്ടായിട്ട് ഗീവ് അവേ പറ്റി കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ ഗൈസ്.